മൈ ചാനൽ ബേക്ക് വിത്ത് ഷിൻസി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പിസയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യുന്ന ഒരു ഫുഡാണ് പിസ്സ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ പിസ്സ നമ്മുടെ റെസിപ്പി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. സോ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ആ പാലിലേക്കാണ് നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പാലെന്നെ വേണമെന്നില്ല, നമുക്ക് പാലിന്റെ പകരം ഇളം ചൂടുവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിലേക്ക് ഈസ്റ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദയിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാലിന്റെ കോമ്പിനേഷൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പൊ കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കുഴച്ചെടുക്കുക. പിന്നീട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒലീവ് ഓയിലും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുഴച്ച് കൊടുക്കുന്നതിന്റെ ഇടയിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റിൽ നമ്മുടെ ഡോ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ച് ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുള്ളതാണിത്. ഇനി നമ്മുടെ ഡോ ഒരു കട്ടിയില്ലാത്ത ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്ത് വെക്കണം. ഇങ്ങനെ നമ്മൾ 2 മണിക്കൂർ ഇത് വെച്ചതിന് ശേഷമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നമ്മുടെ തുണി എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റിലും അതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് വലുതായി വന്നിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി ഒക്കെ ഒന്ന് കുഴച്ചു കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പൊ നമുക്കിനി പിസ്സ ഉണ്ടാക്കാനുള്ള മോൾഡ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒലീവ് ഓയിൽ വെച്ചിട്ട് നമ്മളുടെ മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വെച്ചിട്ടുള്ള മെഷർമെന്റ് അനുസരിച്ചിട്ട് നമുക്ക് ഈ മാവിൽ തന്നെ 2 പിസ്സ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള മോൾഡിലേക്ക് പിസ്സന്റെ മാവ് വെച്ച് കൊടുത്തിട്ട് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ മോൾഡിന്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പിസ്സ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം അതിലേക്ക് പിസ്സ സോസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ പിസ്സ സോസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ പിസ്സ സോസ് ഒക്കെ നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റഡ് ചീസാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഇപ്പോൾ ഒരു ബേസ് ആയിട്ട് കുറച്ച് ചീസ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മെയിൻ ആയിട്ട് പിന്നീട് നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ ഇപ്പൊ ഒരു കുറച്ച് ബേസ് ആയിട്ട് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കാപ്സിക്കവും അതുപോലെ തന്നെ തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് പിസയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നമ്മൾ ഉപ്പും കുരുമുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതാണ്. അത് ചെറുതാക്കി നമ്മൾ അരിഞ്ഞിരുന്നു. അതും കൂടിയാണ് നമ്മളിപ്പോൾ പിസയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചിക്കൻ്റെ എമൗണ്ട് കൂട്ടുകയും അതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാം. അപ്പൊ അതും കൂടെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഗ്രേറ്റഡ് ചീസാണ്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചീസ് തന്നെയാണ്. അതും കൂടി ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒലീവും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്യാം. ഇത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒലീവാണ്. നമുക്ക് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് വൈറ്റ് പെപ്പർ ആണ്. നമ്മൾ വൈറ്റ് പെപ്പർ നമുക്ക് അത്യാവശ്യമൊന്നുമില്ല, എന്നാലും നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. പിന്നെ ആഡ് ചെയ്യുന്നത് ഒറിഗാനോ ആണ്. അത് പിസയുടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് തന്നെ പറയാം. നമുക്ക് അതും കൂടെ ഒന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഓവന് 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഓവൻ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 25 മിനിറ്റ് നമ്മൾ പിസ്സ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് പിസയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. താങ്ക് യു.